മയക്കുമരുന്ന്, രാസലഹരി ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കുന്ന MDMA ഇതുമായി ഈ പറയുന്ന സ്ഥലത്ത് നിന്ന് എവിടെയാണ് പെരുമ്പാവൂരിൽ നിന്ന് കാസർഗോഡേക്ക് പോകുന്നത് ഒരു രാഷ്ട്രീയ ബോധ്യമോ ഒന്നുമില്ലാത്ത വെറും കുഞ്ഞുങ്ങളൊന്നുമല്ല, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ആളുകളാണ്. അങ്ങനെ പോകണമെങ്കിൽ അത് ആദ്യത്തെ പോക്കല്ല, ഒരാൾ കൊടുത്തു വിടുകയായിരുന്നു. അപ്പോൾ ഇതിനൊരു തുടർച്ചയുണ്ട്, ഇത് ചെയ്ത് നല്ല ശീലമുണ്ട് എന്ന് സാമാന്യേന നമുക്ക് അനുമാനിക്കാം. ആ ബോധ്യങ്ങളിൽ നിൽക്കുന്ന ആളുകൾ ആണ് ഈ പ്രതികൾ എന്നത് വ്യക്തമാവുകയാണ് നമ്മുടെ മുമ്പിൽ. അങ്ങനെയാണെങ്കിൽ ശ്രീ രാജേന്ദ്രൻ, എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, പ്രതിപക്ഷ നേതാവായി ഇരുന്ന ശേഷമാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായത്. വളരെ ഉത്തരവാദപ്പെട്ട പദവി തന്നെയാണ് പ്രതിപക്ഷ നേതാവും. ആ രണ്ട് പദവികളിലിരുന്ന VD സതീശൻ എന്ന രാഷ്ട്രീയ നേതാവാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഒരു ചേരുന്ന കൂട്ടുകെട്ടാണോ ഇത്? ഇത്രയും ഞാൻ ചോദിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ താങ്കളുടെ സംശയങ്ങളും സനോജിനോട് ചോദിച്ചൊക്കെ ഞാൻ അവിടെ റിസർവ് ചെയ്തിട്ടുണ്ട്. സനോജ് അതിന് പറയട്ടെ. ഞാൻ ചോദിക്കുന്നത്, പ്രതിപക്ഷ നേതാവായി ഇരുന്ന് 5 വർഷം ഇരുന്ന് അതിനുശേഷം ആ കാലയളവിലെ സഹകരണമാണല്ലോ ഇത്. നിസ്സംശയം താങ്കൾക്കും അത് ബോധ്യപ്പെട്ടു. ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയുമാണ്. ചേരുന്നൊരു കൂട്ടുകെട്ടാണോ ഇത്? തീർച്ചയായിട്ടും ഇവർ എറണാകുളത്തു നിന്നും ബാംഗ്ലൂരിൽ നിന്നും മരുന്ന് എറണാകുളത്തേക്ക് കൊണ്ടുവരുന്ന ഡ്രഗ് പെഡലേഴ്സാണ്. അങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേയിരുന്ന കച്ചവടക്കാരാണ്. ഇത് നടക്കുമ്പോഴാണ് രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ ഒരു സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്നുള്ള പദവി അദ്ദേഹത്തിന് ആർജിക്കാൻ കഴിയുന്നത്. ശരത്തെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മദ്യത്തിനടിമയാണെങ്കിൽ നമുക്ക് മണം കൊണ്ട് മനസ്സിലാക്കാം. ഞാനതൊന്നുമല്ല ചോദിച്ചത്. സമ്മതിച്ചു, അതിലൊന്നും നമുക്ക് തർക്കമില്ല. എൻ്റെ ചോദ്യം അതല്ല. ഈ പ്രതികളുമായി ദീർഘനാളത്തെ ബന്ധം അദ്ദേഹത്തിനുണ്ടെന്ന് ഏതാണ്ടൊരു ബോധ്യം താങ്കൾക്കടക്കം വന്നു കഴിഞ്ഞു ഈ ചർച്ചയിൽ. അപ്പോൾ ആ കാലത്ത് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്, ഇപ്പോൾ മുഖ്യമന്ത്രിയാണ്. ചേരുന്ന അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് ചേരുന്ന കൂട്ടുകെട്ടാണോ ഇത്? ഇത്രയേ ഉള്ളൂ എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. അല്ല, തീർച്ചയായിട്ടും അല്ല. പക്ഷേ ഞാൻ പറയുന്നത്, ഇദ്ദേഹത്തിന് ഈ ഡ്രഗുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് സതീശന് അറിയാമായിരുന്നു. ഇതാണ് ചോദ്യം. ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആകുമായിരുന്നില്ല. അതെങ്ങനെ കണ്ടുപിടിക്കും ശ്രീ രാജേന്ദ്രൻ? അദ്ദേഹത്തിന് ഈ അറിവുണ്ടായിരുന്നോ ഈ വ്യക്തികളെ കുറിച്ച്? അതെങ്ങനെ കണ്ടുപിടിക്കും? അത് അന്വേഷണത്തിലല്ലേ കണ്ടുപിടിക്കാൻ കഴിയൂ, അല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹം പറയുകയും വേണം. അദ്ദേഹം പറഞ്ഞാൽ ക്ലിയർ ആവുന്ന വിഷയമാണോ അത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ശ്രീ രാജേന്ദ്രൻ. അദ്ദേഹം പറഞ്ഞാൽ അതോടെ ക്ലിയർ ആയി എന്നാണോ അതിനർത്ഥം? അദ്ദേഹം പറഞ്ഞാൽ പോരാ. നമുക്ക് ആദ്യം വേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് അവരോധിക്കപ്പെട്ട ആളിന്റെ മറുപടി നമുക്ക് വേണം. അത് കഴിഞ്ഞോ? തീർച്ചയായിട്ടും അത് കഴിഞ്ഞ അന്വേഷണമാകാം. ഓക്കെ, ക്ലിയർ.